ഉദയായുടെ ഉദയായ്ക്ക് വേണ്ടി കുഞ്ചാക്കോ മുതലാളിക്ക് സംവിധാനത്തിൽ കണ്ണപ്പനുണ്ണിയാണ് അവസാനം എടുത്ത പടം. അത് അദ്ദേഹം മരിച്ചുപോയിരുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് അപ്പത്തെ മുതലാളിയാണ് ആ പടം ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് അതാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ. അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയ വാമൊഴി വഴക്കമാർന്ന അംഗകഥകളെ സെല്ലുലോയിഡിലേക്ക് പകർത്തി എഴുതിയ ശാരംഗപാണി കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞ ജീവിതകഥകളും വെള്ളിത്തിരയിൽ എഴുതി. ഒരുപാട് എഴുതി. ഒടുവിൽ ഒന്നും എഴുതാനില്ലാത്തതുപോലെ പിൻവാങ്ങുകയും ചെയ്തു. സിനിമയെ തേടി നടന്ന ഒരാളല്ല ശാരംഗപാണി. സിനിമ വിളിച്ചു വരുത്തിയ ഒരാളാണിത്. അഭിമതനായിരുന്ന കാലത്തോളം സിനിമയ്ക്കൊപ്പം നിന്നു. ഇന്ന് സിനിമയ്ക്ക് പുറത്താണെങ്കിലും സിനിമയെ സ്നേഹിക്കുന്നു. ഞാൻ അതിനുശേഷം സ്വന്തം കാലിൽ നിൽക്കാനൊരു ശ്രമം നടത്തുന്നു. മലയാള കലാഭവൻ, ഈ പാർത്ഥസാരഥി എന്ന് പറഞ്ഞൊരു ഡാൻസർ ഉണ്ടായിരുന്നു. വൈക്കം മൂർത്തിയും പാർത്ഥസാരഥി എന്നും പറഞ്ഞ രണ്ട് ഡാൻസർമാരുണ്ട്. അപ്പോൾ അയാൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് പോർട്ടിക്കോയിൽ ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ കിടന്നപ്പോൾ ഉറങ്ങിപ്പോയി. അയാളുടെ ഈ കിടപ്പ് കണ്ടപ്പോൾ ആറ്റുമണിമയിലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞങ്ങ് ഉറക്കമായി. ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് അല്ലിമലർക്കാവിൽ കൂത്തല്ലാണ് എന്ന് പറഞ്ഞ ഉടനെ പാർത്ഥസാരഥി പറയുന്ന ഡാൻസർ എഴുന്നേറ്റു. ആ വടക്കം പാട്ടിലെ ആ സാധനം അയാൾ അഭിനയിച്ചു നല്ല ഭംഗി. ഉറക്കച്ചടവ്, എഴുന്നേൽക്കുക, പാത്രം കഴുകുക, ദൈവത്തിനെ പൂജിക്കുക, മറ്റുള്ള ചടങ്ങ്, ഇതെല്ലാം ആ മുറിയിരുന്ന് ചുമ്മാ കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്കേ ഇതൊരു ബാലയാക്കിയാൽ എന്താ? പാർത്ഥസാരഥി പിടിച്ചോ. അപ്പോൾ തന്നെ മദ്രാസിലേക്ക് ഫോൺ ചെയ്യുന്നു. ഒരു 8-10 പെണ്ണുങ്ങൾ, ഡാൻസേഴ്സ്, മറ്റത് മറിച്ചത് മലയാള കലാഭവൻ അവതരിപ്പിക്കുന്നു ഉണ്ണിയാർച്ച ബാലെ. ബുക്കിങ്ങിൻ്റെ ബഹളം. ഇതിനിടയ്ക്കൊരു വളരെ രഹസ്യമായൊരു കഥയുണ്ട്, അധികം പേർക്ക് അറിഞ്ഞുകൂടാ. ഈ പാർത്ഥസാരഥി മാസ്റ്റർ മദ്രാസിൽ നിന്ന് പോകാൻ ആലപ്പുഴയ്ക്ക് ഉദയ സ്റ്റുഡിയോയിൽ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഒരു പയ്യൻ പുറകോടി, മാഷേ എന്നെ ഒന്ന് കൊണ്ടുപോകും മാഷേ ഉദയ സ്റ്റുഡിയോയിലേക്ക്, പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ചാൻസൊക്കെ എനിക്ക് വാങ്ങിച്ചാൽ എന്ന് പറയുന്നൊരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാനൊരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മദ്രാസ്, ആലപ്പുഴ മലയാള കലാഭവൻ. ശാരംഗപാണി സാറിൻ്റെ വകയാണത്. അതിൽ നിനക്കൊരു റോഡ് വാങ്ങിച്ചു തരാം, ചെയ്യാവോ? റെഡി. അപ്പം അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഈ പയ്യന് പനിയായിപ്പോയി. ആ പയ്യൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഞെട്ടി. ₹3000 ഒരു ബാലയ്ക്ക് കിട്ടുകയുള്ളൂ. 5000 കയ്യിൽ നിന്ന് വേണം. അതുകൊണ്ട് അത് നിർത്തി. ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബമായിരുന്നു ഇദ്ദേഹത്തിന്റെ ശക്തി സൗഭാഗ്യങ്ങൾ. ഭാര്യയും ഒരു മകനും വേദനകൾ സമ്മാനിച്ച് മരണത്തിന്റെ കൈപിടിച്ച് കടന്നുപോയി. പ്രശോഭിനി എന്നായിരുന്നു ഭാര്യയുടെ പേര്.
മൂത്ത മകൻ ബൈജു ആക്സിഡൻ്റലി ഉണ്ടായിട്ട് ഒറീസയിൽ വെച്ച് മരിച്ചു. ഇളയ മകൻ ബിജു സിനിമ ഷൂട്ടിങ്ങുമായിട്ട് ഇപ്പോഴും നടക്കുന്നു. മകൾ കല ജൂല. എൻ്റെ വാസ്തവത്തിന് ഇടയ്ക്ക് വളരെ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പോഴും ഉദയ കുടുംബം ചാക്കോച്ചൻ സഹായിക്കും. അതൊരു വലിയ അനുഗ്രഹമായിട്ട് കണക്ക് കൂട്ടുന്നു. ഇപ്പോൾ ഒരു മോഹം മനസ്സിൽ അവസാനമായിട്ടുള്ളത് ഉദയായുടെ അല്ലല്ല മലയാള സിനിമയുടെ ഈറ്റില്ലത്തിൻ്റെ കഥ. അതായത് ഈ കുഞ്ചാക്കോ തൃശ്ശിനാപ്പള്ളിയിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് പഠിച്ച് തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് ഈ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയതിൻ്റെ പിന്നിലുള്ളൊരു കഥ, അതൊരു സിനിമയ്ക്ക് പറ്റിയതാണ്. അതൊരു സിനിമയാക്കാനായിട്ട് ചാക്കോച്ചനോട് അപ്പച്ചൻ്റെ മക്കളില്ലേ അവരോട് സംയുക്തമായിട്ട് ഒരപേക്ഷ നടത്തണം. അതൊന്നും അതിൻ്റെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കണം. ഇതൊക്കെയാണ് അവസാനത്തെ മോഹം. മലയാള സിനിമയുടെ ഈറ്റില്ലത്തിൻ്റെ കഥ ഒന്ന് എഴുതാൻ ഉള്ള ആരോഗ്യം ഇല്ല. എങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ. രസകരമായ കഥയാണത്. തിരയിൽ എത്തിക്കണമെന്നാണ്.